ഇടുക്കി മൂലമറ്റത്ത് പായയിൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ട്. പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. വിവരങ്ങൾ ബിനീഷ് ആന്റണി നൽകും. ബിനീഷ്, അജ്ഞാത മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരുടേതാണ് ഉള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? വൃന്ദ, ഇക്കാര്യത്തിൽ ആരുടെയാണെന്നൊരു വ്യക്തത ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും മൂലമറ്റത്ത് ഒരു തേക്കിൻ കൂപ്പിലാണ് ഈ പായൽ കെട്ടി രീതിയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുള്ളതായാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഏതായാലും ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നാട്ടുകാരായിരുന്നു ഇത്തരത്തിൽ പായൽ പൊതിഞ്ഞ രീതിയിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം മേലുകാവ് സ്റ്റേഷൻ പരിധിപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരാളെ കാണാനില്ലെന്ന ഒരു കേസും മേലുകാവ് സ്റ്റേഷൻ നിലനിൽക്കുന്നത്. ചിലപ്പോൾ അയാളായിരിക്കാം എന്നൊരു സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ കൊലപാതകമാകാം എന്നൊരു സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ ഈ പോലീസിൽ എത്തണമെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടി വന്നേക്കാം. ഏതായാലും തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികൾ പൂർത്തീകരിക്കുക. ഏതായാലും മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ട്. ഇനി ആളെ തിരിച്ചറിയണമെങ്കിൽ ഈ കോട്ടയം മേൽകാവ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സംഘം എത്തിയായിരിക്കും ഇദ്ദേഹമാണോ അല്ലെങ്കിൽ ഈ മിസ്സിംഗ് കേസ് അയാളാണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും തൊടുപുഴ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെയുണ്ട്. ഇനി ശാസ്ത്രീയ പരിശോധനകളാണ് വേണ്ടിവരുന്നത്. ഏതായാലും അദ്ദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ട്. വൃന്ദ. ശരി ബിനീഷ്.